മോളി അഥവാ MDMA കഥ അതൊരു ഒന്നൊന്നര കഥയാണ്. സുഹൃത്തുക്കളെ, മോളി അഥവാ MDMA നമുക്ക് നൽകുന്നതായ ആഹ്ലാദവും സന്തോഷവും ആസക്തിയും കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ അത് സങ്കടക്കടലായിട്ട് മാറുകയാണ്. ഞാൻ P. ജേക്കബ് കുര്യൻ, റിട്ടയർഡ് പ്രൊഫസർ, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ആൽവി. മോളി അഥവാ MDMA അഥവാ എക്ടസി, ഇതിൻ്റെ രാസനാമമാണ് 3,4-മെത്തിലിൻ ഡയോക്സി മെത്ത് ആംഫിറ്റാമിൻ. 3,4-മെത്തിലിൻ ഡയോക്സി മെത്ത് ആംഫിറ്റാമിൻ. ഇതുകൂടാതെ മറ്റ് പല സിന്തറ്റിക് ഡ്രഗുകളും ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ MDMA വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഡോസേജിലും നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഇത് വ്യത്യസ്ത രൂപമെന്ന് പറയുമ്പോൾ അത് പൗഡർ രൂപത്തിലും ക്രിസ്റ്റൽ രൂപത്തിലും അതുപോലെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലും ലഭിക്കുന്നുണ്ട്. അതിൽ ക്രിസ്റ്റൽ രൂപമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. എന്നാൽ ടാബ്ലറ്റ് രൂപം സങ്കരമാണ്, പല ഡ്രഗുകളും ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. അത് 75 മില്ലിഗ്രാം മുതൽ 300 മില്ലിഗ്രാം വരെ ഇന്ന് കമ്പോളത്തിൽ അവൈലബിൾ ആണ്. ഇത് വ്യത്യസ്ത ഡോസേജ് എടുക്കുമ്പോൾ വ്യത്യസ്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഡോസേജുകളെ പല രൂപത്തിൽ വേർതിരിച്ചിരിക്കുകയാണ്. കോമൺ ഡോസേജ് എന്ന് പറയുന്നത് 75 മില്ലിഗ്രാം മുതൽ 150 മില്ലിഗ്രാം വരെ ആണ്. എന്നാൽ ടോക്സിക് ഡോസ് എന്ന് പറയുന്നത് 150 മുതൽ 200 മില്ലിഗ്രാം ആണ്. ഇനി ഡേഞ്ചർ ഡോസ് എന്ന് പറഞ്ഞാലോ അത് 200 മുതൽ 300 മില്ലിഗ്രാം വരെ ആണ്. ഇനിയും ലീതൽ ഡോസ്, അതായത് മരണം സംഭവിക്കാവുന്ന ഡോസ് എന്ന് പറയുമ്പോൾ 500 മില്ലിഗ്രാം മുതൽ 1000 മില്ലിഗ്രാം അഥവാ 1 ഗ്രാം വരെയാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല ഒരേ ഡോസ് എടുത്താൽ ഉണ്ടാകുന്ന അനുഭവം. പുരുഷന്മാർക്ക് പൊതുവെ ബ്ലഡ് കൂടുതലുണ്ട്, സ്ത്രീകൾക്ക് പൊതുവെ ബ്ലഡ് കുറവാണ്. അപ്പോൾ എന്തുമാത്രം ബ്ലഡ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അത് ഈ വെയ്റ്റും ബ്ലഡിൻ്റെ അളവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ആണ്. 1 കിലോ വെയ്റ്റുള്ള ഒരു പുരുഷന് 78 ml ബ്ലഡാണ് ഉള്ളത്, 78 ml പെർ kg. സ്ത്രീക്കാണേലോ അത് 66 ml പെർ kg മാത്രമാണ്. ചുരുക്കത്തിൽ വെയ്റ്റ് കുറഞ്ഞ പുരുഷന്മാരും സ്ത്രീകൾക്കും ഈ ഡോസ് എടുത്താൽ, ഈ കോമൺ ഡോസ് പോലും എടുത്താൽ അത് ടോക്സിക് ആകാൻ സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ ഈ ഡോസ് എടുക്കുന്ന സമയത്തെ അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആകും. ഇതെടുത്തു കഴിഞ്ഞ് നമ്മൾ സിവിയർ എക്സർസൈസ്, അതായത് ഈ ക്ലബ്ബുകളിലൊക്കെ കൂടുന്ന കുട്ടികൾ 6 മണിക്കൂർ അങ്ങ് നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. ഊർജ്ജം അവർക്കൊഴുകുന്നുണ്ട്, അത് കാര്യം ശരിയാണ്. എന്നാലും അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് ആക്ടിവേറ്റഡ് ആകും. ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്നത് പോലെ മറ്റൊരു കാര്യമാണ്, നമ്മളുടെ എല്ലാം പാരമ്പര്യ സ്വഭാവ വസ്തുക്കൾ വ്യത്യസ്തമാണ്. ചിലർക്കിത് പെട്ടെന്ന് മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നാൽ മറ്റു ചിലർക്ക് ഇതില്ല. ഇങ്ങനെ ഒരേ ഡോസ് എടുക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോമൺ ഡോസ് എടുക്കുന്ന ഒരാളെ ചിലപ്പോൾ ടോക്സിക് ഡോസായിട്ട് മാറും. ടോക്സിക് ഡോസ് എടുക്കുന്ന ഒരാളെ ഡേഞ്ചർ ഡോസ് ആകും. ഡേഞ്ചർ ഡോസ് എടുക്കുന്നയാളെ അത് ലീതൽ ഡോസ് അഥവാ മരണകാരണമായി തീരും. പല കണ്ടീഷൻസ് ഞാനിവിടെ പറയുകയുണ്ടായി. ഇനിയും ഡ്രഗ് എടുത്തു കഴിഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ആക്ഷൻ വ്യക്തമാകും, പ്രകടനം ആകും. അത് 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് ഫുൾ സ്വിങ്ങിലെത്തുകയാണ്. അത് കഴിഞ്ഞാൽ ആ സ്ഥിതിവിശേഷം ഏതാണ്ട് 4 മണിക്കൂർ കൂടി തുടരും. അങ്ങനെ MDMAയുടെ എഫക്റ്റ് ഏതാണ്ട് 6 മണിക്കൂർ നിലനിൽക്കും. അത് കഴിയുമ്പോൾ ഈ MDMA പെട്ടെന്ന് പകുതി ഭാഗം അതിൻ്റെ
നശിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പഴയ സ്ഥിതിവിശേഷത്തിൽ എത്തുമെന്ന് കരുതുവാൻ സാധ്യമല്ല. കാരണം ഇത് എടുക്കുന്ന ഡോസ് അനുസരിച്ച് പല വൈറ്റൽ ഓർഗൻസും ഇതിനോടകം നശിക്കപ്പെട്ടു പോകാൻ ഇടയുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിര് കവിഞ്ഞ സ്നേഹപ്രകടനമാണ്. സന്തോഷം കൊണ്ട് നാം സന്തോഷത്തിൻ്റെ ലെവൽ അങ്ങ് ഉത്തുംഗത്തിൽ എത്തുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, സഹാനുഭൂതിയും അനുകമ്പയും അങ്ങ് കൂടുകയാണ്. നാം സംസാരിക്കുന്നവരും നമ്മളോട് സംസാരിക്കുന്നവരും നമ്മുടെ വട്ടം നിൽക്കുന്നവരും ഒക്കെ നമ്മുടെ സ്വന്തക്കാരായിട്ട് അങ്ങ് മാറുകയാണ്. കർട്ടനില്ലാത്ത സംസാരം വിശ്വസ്തതയുടെ പാരണ്യത്തിലെത്തുകയാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. അനുകമ്പ അങ്ങ് ഒഴുകുകയാണ്, ഊർജം ഒഴുകുകയാണ്. അത് ഓരോ ഡോസ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ലൈംഗികത ഉയരുന്നു, ആസക്തി ഉയരുന്നു. ഇതൊക്കെ കോമൺ ഡോസിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. ഇതെടുത്തു കഴിയുമ്പോഴത്തെ ആസക്തി കൂടിയിട്ട് ഇനിയും കൂടുതലായിട്ട് എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. നമ്മളെ കൂടുതലായിട്ടത് എടുക്കും. ഏതെങ്കിലും കാരണവശാൽ ഡേഞ്ചർ ഡോസിൽ എത്തിക്കഴിഞ്ഞാൽ രംഗം മാറുകയാണ്. ഡേഞ്ചർ ഡോസിൻ്റെ ലെവലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ എത്തിക്കഴിയുമ്പോൾ അത് ടെമ്പറേച്ചർ നമ്മളുടെ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഉയർന്ന് 104 മുകളിലേക്ക് കയറുകയാണ്. നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്നു, നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെയും നമ്മുടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുകയാണ്. അല്ലാതെ യൂറിനായിട്ട് പോകുന്നില്ല, യൂറിൻ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ വായും തൊണ്ടയും വരളുന്നു. കൂടുതൽ വെള്ളം കുടിക്കുന്നു, വെള്ളമെല്ലാം ബോഡി റീറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ നീർവീഴ്ച ഉണ്ടാകുന്നു, എഡിമ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ക്രേനിയത്തിൽ, ബ്രെയിനിൻ്റെ ചുറ്റുമുള്ളതായ ബോണിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത വിധത്തിൽ എഡിമയുണ്ടാകുകയാണ്. അത് ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. ഒരു വശത്ത് ടെമ്പറേച്ചർ കൂടുന്നു, മറുവശത്ത് ഇത് എഡിമയുണ്ടാകുന്നു. നമ്മളിലുള്ളതായ ഇലക്ട്രോലൈറ്റ്സുകളൊക്കെ, അതായത് സോഡിയം ഉൾപ്പെടെ, അത് ഡൈലൂട്ടഡ് ആകുന്നു. അതുകൊണ്ട് സോഡിയം കുറയുന്നു, മെമ്മറി നശിക്കുന്നു. നമ്മളുടെ ഇത് കഴിഞ്ഞില്ല, നമുക്ക് പതുക്കെ വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ, നമ്മളുടെ ദഹനമില്ലായ്മ, തുടർന്ന് വയറിളകാൻ തുടങ്ങുന്നു. ഒരു ഭാഗത്ത് വയറ്റിളക്കം, ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുന്നു, വേറൊരു ഭാഗത്ത് എഡിമ ഉണ്ടാകുന്നു, ബ്രെയിൻ എഡിമ. അതുകൂടാതെ നമ്മളുടെ സോഡിയം ലെവൽ താഴുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കുവാനോ ഇരിക്കുവാനോ കിടക്കുവാനോ നടക്കുവാനോ വല്ലാതെ നമ്മൾ ക്ഷീണിതനായി അവിടെ ഇരിക്കുകയാണ്. നമ്മളുടെ സ്ഥലകാല ബോധമില്ലാതെ നമ്മൾ പെരുമാറാൻ തുടങ്ങും. നമ്മളെ പല്ല് കടിക്കുകയും അതുപോലെ തന്നെ താടി തമ്മിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഡിപ്രസ്ഡാകും, നമ്മൾ കോപിഷ്ഠനാകുന്നു, നമ്മളുടെ മൂഡുകൾ മാറുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം. ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്ത രീതിയിൽ കോപിഷ്ഠനായും എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ മാറുകയാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വിനയാണ്. ഇനിയും ഇതിൻ്റെ MDMAയുടെ എഫക്റ്റ് പോയെന്നങ്ങ് വിചാരിച്ചു 6 മണിക്കൂറുകൾ, നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ലെവലിലേക്കാണ് പോകാൻ പോകുന്നത്? നമ്മളെ എപ്പോഴും വിഷാദ രോഗിയായിട്ട് മാറുകയാണ്. കുറഞ്ഞ കാലം കൂടി ജീവിച്ചെന്നിരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഇവിടുന്ന് മറയുകയാണ്. ഈ സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മളുടെ ചെറുപ്പക്കാർ ഇതിലേക്ക് തിരിയരുത്. തിരിഞ്ഞാലുണ്ടാകുന്ന അപകടത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണം. ഇതേപ്പറ്റി പറയാൻ എനിക്ക് അവസരമുണ്ടായി. നന്ദി, നമസ്കാരം.